കാരവന് ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് കാരവനിൽ കയറിയിട്ട് ബാക്കി അടുത്ത സീൻ ലൈറ്റപ്പ് ചെയ്തിട്ട് പോയി വിളിച്ചപ്പോൾ ഇയാൾ ഇറങ്ങി വന്നിട്ട് ഇതേത് സിനിമയാണെന്ന് ചോദിക്കുന്നു. ആ രീതിയിലേക്ക് അപ്പോൾ ആലോചിച്ചു അതിനകത്ത് എന്തായിരുന്നു. അതിനകത്ത് രാമായണം വായിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ഞാൻ ജനിക്കുമ്പോൾ അത് കേരളമായിരുന്നു. എനിക്ക് 5 വയസ്സായപ്പോൾ അത് തമിഴ്നാടായി. അതിന് കാരണം അതിൻ്റെ എല്ലാ കാരണങ്ങളും രാഷ്ട്രീയമാണ്, അല്ലാതെ ഒരു കാരണവുമില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചോളം ഭയങ്കര നഷ്ടമാണ്. അതായത് എല്ലാം കൊണ്ടും കേരളത്തിൻ്റെ ഭാഗമാകേണ്ട ഒരു പ്രദേശമാണ്. ഈ 13 എപ്പിസോഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ 26-നും 30-നും ഇടയ്ക്ക് ദിവസം എടുക്കും. അതായത് ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ 2 ദിവസം എടുക്കും. ഇന്ന് ഒരു ദിവസം 4 എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന ആളാണ് ഏറ്റവും നല്ല സംവിധായകൻ. പക്ഷെ അത് സാർ അതൊരു എന്താണ് ഭയങ്കര കുഴപ്പമാണ്. നമസ്കാരം. പരിചയപ്പെടുത്തുന്നത് അവിവേകമായി പോകും. അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശ്രീ MR ഗോപകുമാർ സാർ, നമസ്കാരം. നമസ്കാരം. 4 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു സാർ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. എന്നും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. ജീവിതത്തിൽ അഭിനയിക്കാതിരിക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. ജീവിതത്തിൽ അഭിനയമില്ല, ഇല്ല, പച്ചയായ മനുഷ്യനാണ്. ജനനം തിരുവട്ടാറിലായിരുന്നു, കന്യാകുമാരി ജില്ലയിൽ. അപ്പൊ അവിടെ ആയിരുന്നല്ലോ സാറിന്റെ പഠനം, ആദ്യ സ്കൂൾ പഠനമൊക്കെ അവിടെയായിരുന്നു. അവിടെ നിന്ന് പിന്നെ കേരളത്തിലേക്കൊരു തിരുവനന്തപുരത്തേക്കൊരു പറിച്ച് ആയിരുന്നു. എങ്ങനെയായിരുന്നു അതിന് അന്നത്തെ സൗഹൃദങ്ങൾ, അന്നത്തെ ആ ഒരു ഇതെല്ലാം ഉണ്ടായിരുന്നു? ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലുള്ള സ്ഥലത്താണ് ഞാൻ ജനിക്കുമ്പോൾ അത് കേരളമായിരുന്നു. എനിക്ക് 5 വയസ്സായപ്പോൾ അത് തമിഴ്നാടായി. അതൊരു ചരിത്രപരമായ വിഡ്ഢിത്തമാണ്. ആ കന്യാകുമാരി വിഭജനം കന്യാകുമാരി ജില്ല തമിഴ്നാട്ടിലേക്ക് കൊടുത്തത് ഒരു ചരിത്രപരമായ വിഡ്ഢിത്തമാണ്. അതിനൊരുപാട് അത് രാഷ്ട്രീയമാണ്. അതിൻ്റെ എല്ലാ കാരണങ്ങളും രാഷ്ട്രീയമാണ്, അല്ലാതെ ഒരു കാരണവുമില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചോളം ഭയങ്കര നഷ്ടമാണ്. അതായത് എല്ലാം കൊണ്ടും കേരളത്തിൻ്റെ ഭാഗമാകേണ്ട ഒരു പ്രദേശമാണ്. ഭൂപ്രകൃതി കൊണ്ടും ചരിത്രപരമായും സാംസ്കാരികമായും സാമൂഹികമായും എല്ലാം കേരളത്തിൻ്റെ ഭാഗമാകേണ്ട ഒരു സ്ഥലമാണ്. തമിഴ്നാടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സ്ഥലമാണ്. ശരിക്കും ആ ആലുവ മൊഴി കഴിഞ്ഞാലേ നമ്മൾ അതിൻ്റെ മണം പോലും വ്യത്യാസമാവും. അത് ആലുവ മൊഴിയാണ് ബോർഡർ, അവിടെ ആയിരുന്നു വേണ്ടത്. നേരത്തെ അതായിരുന്നു നമ്മുടെ ബോർഡർ. പക്ഷേ മണ്ടത്തരങ്ങൾ കാണിച്ച് അങ്ങോട്ട് കൊടുത്തു. നഷ്ടബോധം ഇപ്പോഴും ഉണ്ടല്ലോ സാർ? അതായത് എനിക്ക് നഷ്ടബോധം ഉണ്ടോന്നല്ല, അവിടുത്തുകാർ ചിലപ്പോൾ കുറച്ച് കൂടുതൽ സംതൃപ്തരായിരിക്കും. കാരണം അവിടെ എല്ലാം ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട്. തമിഴ്നാട് കേരളം തമ്മിൽ അത്രയും ഒരു അന്തരം. റേഷനൊക്കെ ഫ്രീ, അവർ അരിയൊക്കെ ഫ്രീ ആണ്. പിള്ളേർക്ക് പഠിക്കാനുള്ള എന്തോ 1000 രൂപ വെച്ച് എന്തോ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗകര്യമാണ്. ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്, സൈക്കിൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ജനത ഒരുപക്ഷെ ഇവിടുത്തെക്കാൾ തൃപ്തരായിരിക്കാം തീർച്ചയായിട്ടും. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചോളം, ഞാൻ ആ ഒരു വിശാലമായ കാഴ്ചപ്പാട്, എൻ്റെ വ്യക്തിപരമായ ഇതിലല്ല പറയുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിൻ്റെ നെല്ലറയായ ഒരു പ്രദേശമാണ് ആഞ്ചിനാടെന്ന്. അത് കൊടുത്തത് മണ്ടത്തരമാണ്. എനിക്കിപ്പോഴും ഇവിടെ സ്ഥലമുണ്ട്, അവിടെ വീടുമുണ്ട്, ഉണ്ട്. അപ്പോൾ എനിക്കത് വലിയ നഷ്ടമൊന്നുമല്ല. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ്. 89 മതിലുകളിലൂടെ സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു ആ ഒരു മതിലുകളിൽ, അതായത് ബഷീറിന്റെ തന്നെ ഒരു മതിലിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു സംവിധാനത്തിലുള്ള ഒരു തുടക്കം? നാടകമായിരുന്നു. എനിക്ക് തുടക്കമൊക്കെ നാടകത്തിലായിരുന്നു. ഞാൻ സിനിമയിലേക്കാണ് ഉദ്ദേശിച്ചത്. സിനിമയിൽ 89-ലാണ്. 89 അതിനു മുമ്പ് ഞാൻ സീരിയൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നാടകങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മതിലുകളിൽ അറിയാമല്ലോ, ബഷീറിൻ്റെ കഥയാണ്. അതിൽ ബഷീർ ജയിലിൽ കിടക്കുമ്പോഴുള്ള കഥയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ജയിൽ പുള്ളികളും വാർഡന്മാരുമേ അതിൽ കഥാപാത്രങ്ങളാവും, വേറെ ആരും ഇല്ലല്ലോ, ജയിലിനകത്തുള്ള കഥയാണ്. അപ്പോൾ ജയിൽ പുള്ളികൾ ഒരുപാട് പേര് വേണം. അപ്പോൾ അതിന് പുള്ളി കണ്ടുപിടിച്ചത് തിരുവനന്തപുരത്ത് നാടക സംഘങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അവരെ വെച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം അവർക്കൊരു അഭിനയിച്ചിട്ട് പരിചയമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു അലിയാർ സാറുമൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അലിയാർ സാറിനൊക്കെ ഒരുപാട് നാടക സംഘങ്ങളിൽ നിന്ന് ആൾ പോയിട്ടുണ്ട്. ഞങ്ങളുടെ നാടക സംഘമുണ്ട്, നാട്യഗ്രഹം എന്ന് പറഞ്ഞത്. ഞങ്ങളുള്ളതാണ് നരേന്ദ്രപ്രസാദ്, ഞാൻ, അലിയാർ, ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ, ഞങ്ങളൊക്കെയാണ് തുടങ്ങി വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഞാനും വേറെ കുറേ പേരും പോയി നാട്യഗ്രഹത്തിൽ നിന്ന്.
അതിൽ എനിക്ക് അങ്ങനെ വലിയ വേഷമൊന്നുമില്ല. വളരെ ബാക്കി ഈ രവി വെള്ളത്തോളിനെയും ബാക്കിയുള്ള ആൾക്കാരെ അപേക്ഷിച്ച് എനിക്ക് കമ്പാരിറ്റീവ്ലി മൈനർ റോളായിരുന്നു. ഈ ആൺ ജയിലിനും പെൺ ജയിലിനും ഇടയ്ക്ക് ഒരു മതിലുണ്ടായിരുന്നു. ആ മതിലിലൊരു ഇവരൊരു തുളയുണ്ടാക്കി ഇവർ പരസ്പര സ്നേഹവും പ്രേമവും കാമവും ഒക്കെ കൈമാറ്റം ചെയ്തിരുന്നു, മാറിയിരുന്നു എന്ന് മമ്മൂട്ടിക്ക് ഒരു പറഞ്ഞു കൊടുക്കുന്ന ഒരു തടവുപുള്ളി. ഇത്രയും പറയണം അത് ഏത് കഥാപാത്രമാണെന്ന് പറയാം. അങ്ങനൊരു കഥാപാത്രമാണ് ചെയ്തത്. 6-5 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ജയിലിനകത്തും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സെറ്റിട്ട് ചിത്രാഞ്ജലിയിലായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അതാണ് മതിലുകൾ ചെയ്തതിൻ്റെ. അതായത് ഒരുപാട് അഭിനേതാവ് എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് ഒരുപാട് ഭാഗ്യം ഉണ്ടെന്നുള്ളതാണ്. കാരണം ദൂരദർശന്റെ ആദ്യത്തെ സീരിയലായി കുഞ്ഞയ്യപ്പനിൽ താങ്കളായിരുന്നു സീരിയലല്ല, അത് ടെലിഫിലിം, ഷോർട്ട് ഫിലിം ആയിരുന്നല്ലോ എല്ലാം. ആദ്യം സീരിയലൊന്നും ഇല്ലായിരുന്നു. 85-ലാണ് ഇവിടെ ദൂരദർശൻ തുടങ്ങുന്നത്. അപ്പോഴേ ഈ മലയാളം ന്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ന്യൂസ് കഴിഞ്ഞാലുടൻ ഡൽഹി റിലേ ആണ്, പിന്നെ എല്ലാം ഹിന്ദി പ്രോഗ്രാംസാണ്. 86 ആയപ്പോഴാണ് അവർ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങി, അവരുടെ ഓൺ പ്രൊഡക്ഷൻസ്. അങ്ങനെ ചെയ്ത പ്രൊഡക്ഷനിലൊന്നാണ് ഈ കുഞ്ഞയ്യപ്പൻ എന്ന് പറയുന്നത്. അതിൽ അപ്പോഴും അവാർഡൊന്നും ഇല്ലല്ലോ, അപ്പോഴും അവാർഡൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മണ്ടക്കുഞ്ചിൽ നെടുമുടി വേണു, കവിയൂർ പൊന്നമ്മ, ഞാൻ, പിന്നെ കൊച്ചു പയ്യൻ, അവനാണ് ഹീറോ ശരിക്കും. അതെ. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പം എടുത്തു പറയേണ്ട മലയാള സിനിമയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ വിധേയനെ മാറ്റി നിർത്താൻ കഴിയില്ല. ആ വിധേയനിലെ തൊമ്മി, അതേക്കുറിച്ച് അത് ഓർക്കുമ്പോൾ ഇപ്പോഴും നമുക്കൊരു വല്ലാത്തൊരു വികാരം. അതൊരു ഭാഗ്യമാണ്. അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ഒരു സാധാരണ ഒരു നാടക നടന് അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ആക്ടർക്ക് ആ ഒരു സിനിമയിലെ ഇത്രയും വലിയൊരു കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, ഒരു ഭയങ്കര ഭാഗ്യമാണ്. അത് ചെയ്യാൻ പറ്റിയതൊരു നേട്ടമാണ് എനിക്ക്. എൻ്റെ ലൈഫിലെ ഒരു ചേഞ്ച് ഉണ്ടാക്കിയത് അതാണ് ഈ തൊമ്മി എന്നുള്ള കഥാപാത്രം. മറ്റൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ക്ഷണം അങ്ങേക്ക് കിട്ടുകയും സ്വീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ അത് നടന്നില്ല. അപ്പം അതിലൊരു നഷ്ടബോധമുണ്ടോ? അപ്പോഴുണ്ടായിരുന്നു ആ ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു. പക്ഷെ പിന്നീട് ഒരു വലിയ നമുക്ക് കിട്ടാത്തതൊന്നും നമ്മുടേതല്ല എന്ന് വിചാരിച്ചാൽ മതി. നമ്മളെപ്പോഴും ഇന്നിൽ നിൽക്കണം. നമ്മളെപ്പോഴും ഈ ആഗ്രഹം എന്താ സ്വപ്നത്തിൻ്റെ ചിറകിലേറി സഞ്ചരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് നല്ലത് ഒരു പരിധി വരെ ആവശ്യം തന്നെ. പക്ഷേ എപ്പോഴും സ്വപ്നത്തിൻ്റെ ചിറകിൽ മാത്രമായിരുന്നാൽ നമുക്ക് ഇന്നിനെ അനുഭവിക്കാൻ കഴിയില്ല. ഇന്ന് അനുഭവിക്കുന്നവനെ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ മനസ്സിൽ. അല്ല ഇന്ന് ഉള്ളതിനെ അനുഭവിക്കാതെ നാളെ കിട്ടാത്തതിനെ കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നും. ഈ നാട്യഗൃഹ തുടങ്ങുന്നത് താങ്കളും നരേന്ദ്രപ്രസാദ് സാർ ഉൾപ്പെടെയുള്ളവരാണ്. അപ്പോൾ നരേന്ദ്രപ്രസാദ് സാറിനെ കുറിച്ച് ഓർത്തെടുക്കാൻ എന്താണുള്ളത്? നരേന്ദ്രപ്രസാദ് സാർ ആദ്യം പുള്ളി ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ പലർക്കും അറിയില്ല. അലഞ്ഞവർ അന്വേഷിച്ചവർ എന്നാണ് ആ നോവലിൻ്റെ പേര്. നോവൽ പുസ്തകമായിരുന്നു, റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് പുള്ളി തന്നെ അത് ഡിസോൺ ചെയ്തു. പുള്ളി അത് എനിക്ക് എൻ്റെ പേരിൽ അങ്ങനെ ഒരു നോവൽ വേണ്ട, ഞാനത് വേണ്ടാന്ന് വയ്ക്കുന്നു അത് വേണ്ടാന്ന് വെച്ചാൽ പുള്ളി അത് ചെയ്തതാണ്. പുള്ളിയുടെ അതിൻ്റെ പിതൃത്വം എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. അത് പുള്ളിക്ക് അതിൽ പിന്നീടുള്ള പുള്ളിയുടെ ഒരു യാത്രയിലുണ്ടായ മാറ്റങ്ങളുണ്ടല്ലോ, വളർച്ചയുണ്ട്, ഉയർച്ചയുണ്ട്. അതിന് തക്കതായിട്ടുള്ള ഒരു നോവലല്ല അതെന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും. അതായത് ഒരു ഈഗോ അങ്ങനെയാണോ? ഈഗോ അല്ല, അത് ഒരു സെൽഫ് അസസ്മെന്റ് ആണ്. ഞാൻ എഴുതേണ്ട ഒരു നോവലല്ലായിരുന്നു അത് എന്നൊരു തോന്നൽ ഉണ്ടാവാം. അതൊരു നമ്മൾ സ്വയം ഒരു ക്രിറ്റിസിസം, പുള്ളിയൊരു ക്രിട്ടിക്കായിരുന്നു. അപ്പോൾ സ്വയം ക്രിട്ടിസൈസ് ചെയ്തിട്ട് പുള്ളി അങ്ങനെ തീരുമാനിച്ചതാണ്. എങ്കിലേ പുള്ളിക്ക് വേറൊരാളിനെയും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നാട്യഗൃഹത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? നാട്യഗൃഹം ഇപ്പോൾ പഴയ ആൾക്കാരല്ല, പഴയ ആൾക്കാരിൽ 1-2 പേരുണ്ട്. ബാക്കിയൊക്കെ പുതിയ ആൾക്കാരൊക്കെ വെച്ചിട്ട് തുടങ്ങുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നാട്യഗൃഹത്തിലില്ല. പക്ഷെ അടിയാർ സാറുണ്ട്, ശിവൻ, PV ശിവൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഗോപാലകൃഷ്ണനുണ്ട്, MV ഗോപാൽ, അപ്പം ബാക്കിയുള്ള കുറേ പേരൊക്കെ ഉണ്ട്. ഞാനില്ലെന്നേ ഉള്ളൂ. ജി ശങ്കരപ്പിള്ളയുടെ നാടകത്തിലൂടെയാണ് തുടക്കം. തിരുവനന്തപുരത്ത് നാടകം കളിച്ചത് ജി ശങ്കരപ്പിള്ള. അതിനു മുമ്പേ SSLCക്ക് പഠിക്കുമ്പോൾ ഒരു നാടകം സ്കൂളിൽ വെച്ചു. ഞാൻ കമുകറ പുരുഷോത്തമൻ അദ്ദേഹത്തിൻ്റെ സ്കൂളിലാണ് പഠിച്ചത്. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ. എൻ്റെ അച്ഛനവിടെ അധ്യാപകനുമായിരുന്നു.
അപ്പോൾ എല്ലാ വർഷവും തിരുവട്ടാറ് എന്നുള്ള സ്ഥലത്താണ് കമ്മൂറയുടെ വീട്. കമ്മൂറ എന്ന് പറയുന്ന വീട്ടുപേരാണ്. അപ്പോൾ അവിടെ ആ സ്കൂളിൽ എല്ലാ വർഷവും നാടകം കളിക്കാറുണ്ട് ഈ ആനുവൽ ഡേയോടനുബന്ധിച്ച്. ടീച്ചേഴ്സിൻ്റെ നാടകം ഉണ്ടാവും, കുട്ടികളുടെ നാടകവും ഉണ്ടാവും. അപ്പോൾ അച്ഛൻ ഈ നാടകവുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. നാടകം ചിട്ടപ്പെടുത്തുന്ന ഇതിലൊക്കെ, അതായത് സംവിധായകരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. സാറന്മാരുടെ കൂട്ടത്തിൽ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ അവസാനത്തെ വർഷമല്ലേ SSLC. അപ്പോൾ അതുകൊണ്ട് അവസാനത്തെ വർഷം എന്നെയും കൂടെ ആ നാടകത്തിൽ ഉൾപ്പെടുത്തി. അത് TN ഗോപിനാഥൻ നായരുടെ മൃഗം എന്ന് പറയുന്നൊരു നാടകമായിരുന്നു. അത് നാടകം എന്താണെന്ന് പറഞ്ഞിടാത്ത ഒരു സമയത്ത് കളിച്ചതാണ്. പക്ഷെ അതാണ് അത് ഈ സംവിധായകരുടെ ഒരു അധ്യാപകരുടെ ഒരു മികവ് കൊണ്ടായിരിക്കും നാടകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രീ യൂണിവേഴ്സിറ്റി, ഞാൻ മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. അവിടെ വെച്ചൊരു നാടകം കളിച്ചു. അത് PJ ആൻ്റണിയുടെ കല്യാണ ചിട്ടി എന്ന് പറയുന്ന നാടകമാണ്. ഒരു ഹ്യൂമറൊക്കെ ഉള്ള ഒരു നാടകമാണ്. അതിലൊരു പെൺവേഷമാണ് ചെയ്തത് അന്ന്. പിന്നെ കോളേജ് വിദ്യാഭ്യാസത്തിനിടയ്ക്ക് നാടകമേഖലയിൽ ഡിഗ്രിക്ക് പഠിച്ച നാഗർകോവിലാണ്. അവിടെ പയനിയർ കുമാരസ്വാമി കോളേജ് എന്ന് പറഞ്ഞ് അവിടെ യാതൊരു കലാപ്രവർത്തനവും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. പുതിയ കോളേജായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിത്തത്തിൽ മാത്രമായിരുന്നു എല്ലാവർക്കും താല്പര്യം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷനാണ് തിരുവനന്തപുരത്ത് വരുന്നത്. MCOM-നാണ് ട്രിവാൻഡ്രത്ത് വരുന്നത്. മാർവാനീസിൽ ആണ് പഠിച്ചത് MCOM. അവിടെ കലാപ്രവർത്തനങ്ങൾ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരുന്ന കോളേജാണ്. അതായത് അപ്പോഴേ അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി ജഗതി ശ്രീകുമാറായിരുന്നു. ഞാൻ MCOM-ന് ജോയിൻ ചെയ്തപ്പോൾ പുള്ളി ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ രവി വള്ളത്തോള്, അങ്ങനെ ഒരുപാട് പേര്, TM ജേക്കബ്, അങ്ങനെ ഒരുപാട് പേര് ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഭയങ്കര പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയതുകൊണ്ടും പഠിക്കാൻ ഒരുപാടുള്ളതുകൊണ്ടും പിന്നെ ലൈബ്രറി വർക്ക് ഉള്ളതുകൊണ്ടും ഒക്കെ കലാപ്രവർത്തനങ്ങളിലൊന്നും അപ്പോഴും ഇല്ലായിരുന്നു. പിന്നെ ഈ ഓഫീസിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അന്ന് PNT ഓഡിറ്റ് ഓഫീസിൽ ഓഡിറ്ററായിട്ട് ജോയിൻ ചെയ്തത്. അവിടെ ആ ഓഫീസിലെ ഒരു അന്തരീക്ഷമാണ് എന്നെ ഇങ്ങനെ ഒരു നടനായിട്ട് പാകപ്പെടുത്തിയെടുത്തത്. അവിടെ അനുകൂലമായിട്ടുള്ള ഭയങ്കര അനുകൂലമായിരുന്നു. അതായത് ഒന്ന്, അതൊരു പുതിയ ഓഫീസായിരുന്നു. അതുവരെ കേരളത്തിലുള്ള അതിൻ്റെയൊക്കെ ഓഡിറ്റ് ചെയ്തിരുന്നത് തമിഴ്നാട്ടിൽ, ചെന്നൈയിൽ, അന്ന് മദ്രാസിൻ്റെ ഓഫീസിൻ്റെ ഭാഗം അവരാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കേരളത്തിന് ഒരു ഓഡിറ്റ് ഓഫീസ് വേണമെന്ന് തീരുമാനിച്ചിട്ട് അവർ കേരളത്തിൽ ഓഡിറ്റ് ഓഫീസ് തുറന്നു. അപ്പോൾ ഓഫീസേഴ്സ് മുഴുവൻ പുറത്തുനിന്ന് ആൾക്കാർ വന്നു. ബാക്കി താഴെയുള്ള സ്റ്റാഫ് മുഴുവൻ ഇവിടുന്ന് റിക്രൂട്ട് ചെയ്തു. കേരളത്തിൽ നിന്ന് പുതുതായിട്ട് റിക്രൂട്ട് ചെയ്തു. അങ്ങനെ ഏതാണ്ടൊരു 400ഓളം പുതിയ ആൾക്കാരാണ്. എല്ലാവരും ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ വച്ചിരുന്നത്. പക്ഷെ മിക്കവാറും എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും 22-നും 28-നും ഇടയ്ക്കുള്ള പ്രായത്തിൽ 400 പേര് ഒരു ഓഫീസിലാണ്. ആലോചിച്ചോളൂ. അപ്പോൾ വൈകുന്നേരം ഓഫീസ് വിട്ട് പോകുമ്പോൾ, കോളേജ് വിട്ട് പോകുമ്പോൾ അത്ര അവിടെ എല്ലാ പ്രേമവും എല്ലാം ഉണ്ടായിരുന്നു. കാരണം ആ പ്രായം ചെറുപ്പക്കാരായിരുന്നില്ല. അത് എല്ലാവരും സാഹിത്യവും കലയുമായിട്ടൊക്കെ ഒരുപാട് താല്പര്യമുള്ള ആൾക്കാരുമായിരുന്നു. വായനയും ഭയങ്കര വായനാശീലമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അഭിനയത്തിലും ഒക്കെ താല്പര്യമുള്ള ആൾക്കാർ. അതിൻ്റെ കൂട്ടത്തിൽ കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്ന കവി, പുള്ളി ഇവിടെ പത്തനംതിട്ടക്കാരനാണ്. കടമ്മനിട്ട രാമകൃഷ്ണൻ കവിയാണ്, പിന്നീട് MLA ആയി. അദ്ദേഹം അന്ന് വലിയ പ്രസിദ്ധനായിട്ടില്ലെങ്കിൽ എഴുതി തുടങ്ങിയ കാലമാണ്. എല്ലാവരും കുറത്തിയൊക്കെ പിന്നീട് എഴുതിയതാണ്. പക്ഷേ ചെന്നൈയിൽ വെച്ച് തന്നെ കുറേ അദ്ദേഹം കവിയായിട്ട് അറിയപ്പെടും. ചെന്നൈയിൽ നിന്ന് ട്രാൻസ്ഫറായിട്ട് വന്ന പുള്ളി M. ഗോവിന്ദൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആ ഒരു സാഹിത്യ വൃന്ദത്തിൽ പെട്ട ആളാണ്. അപ്പോൾ പുള്ളി അന്വേഷിച്ച ഒരുപാട് സാഹിത്യകാരന്മാർ വരും, നാടകക്കാർ വരും, സിനിമാക്കാർ വരും. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരാളാണ് നരേന്ദ്രപ്രസാദ്. അപ്പോൾ ഞങ്ങൾ അവിടെ നാടകം കളിച്ചു. ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ നാടകം കളിച്ചു. ആ വർഷം തന്നെ ഒരു നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫീസിൻ്റെ റിക്രിയേഷൻ ക്ലബിൻ്റെ സെക്രട്ടറി കടമ്മനിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈകുന്നേരം വേറെ പരിപാടിയിലാണ്, ബാച്ചിലറല്ലേ, അവിടെ പോയിരിക്കും, റിഹേഴ്സൽ കാണാൻ പോയിരിക്കും. അവിടെ ഞാൻ അഭിനയിക്കുന്നൊന്നുമില്ല, റിഹേഴ്സൽ കാണാൻ പോയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം അതിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാൾ, പുള്ളിക്ക് നാട്ടിൽ തൃശ്ശൂരാണ്, നാട്ടിലെന്ത് ആർക്കോ സുഖമില്ല എന്നും പറഞ്ഞ് ടെലഗ്രാം വന്ന് പോയി. അപ്പോൾ ഞാൻ എന്നും അവിടെ പോയിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഇത് എന്താണെന്നൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് എന്തായാലും നിങ്ങൾ എല്ലാ ദിവസവും വരുന്നില്ല, നിങ്ങൾ വേറെ നിൽക്കുക, ഡമ്മിയായിട്ട് നിൽക്കാം, അങ്ങനെ ഡൂപ്പായിട്ട് നിന്നു.
നിന്ന് റിഹേഴ്സൽ ചെയ്തു. ഈ അവിടെ തൃശ്ശൂർ പോയ ആളിന് വരാൻ പറ്റില്ല, പുള്ളിയുടെ ആ ബന്ധു മരിച്ചുപോയി. പുള്ളിക്ക് പെർഫോമൻസിന് പ്രൊഡക്ഷൻ്റെ വരാൻ പറ്റിയില്ല. അപ്പോൾ ആ വേഷം ഞാൻ ചെയ്തു. അങ്ങനെ ഒരു പകരക്കാരനായിട്ടാണ് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട്. അത് ശങ്കരപിള്ള സാറിൻ്റെ രക്ഷാപുരുഷൻ എന്ന് പറയുന്ന നാടകത്തിലെ ടെലിഫിലിം 50ഓളം ടെലിഫിലിം. അത് എണ്ണമൊന്നുമില്ല. ഞാൻ എൻ്റെ ജോലി അക്കൗണ്ടൻ്റാണ്, ഓഡിറ്റർ ആൻഡ് അക്കൗണ്ടൻ്റ്. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള അക്കൗണ്ടൊന്നും എൻ്റെ അതാണ്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 100ഓളം സീരിയലുകൾ ടെലിഫിലിമുകളൊക്കെ ഉണ്ടായിരുന്നു. സിനിമയാണോ ഇതുപോലെ ഈ ടെലിഫിലിമിനൊരു ഇതുണ്ടല്ലോ, അതിനൊരു ഡ്യൂറേഷൻ ഉണ്ട്. സീരിയൽ പോലെയല്ല. സീരിയൽ ഇന്നത്തെ സീരിയലാണ് അനന്തമായി നീണ്ടുപോകുന്നതും. ഓക്കെ, ഇപ്പൊ മണ്ടൻ കുഞ്ചുവും അമ്പലക്കര UP സ്കൂളൊക്കെ നമ്മൾ ഓർത്തിരിക്കണമെങ്കിൽ അത് അന്നത്തെ ആ ഒരു തിരക്കഥയും അന്നത്തെ ആ അന്ന് ഒരു സീരിയൽ എന്ന് പറയുന്നത് മാക്സിമം സീരിയൽ തന്നെ 13 എപ്പിസോഡ്. ഈ 13 എപ്പിസോഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ 26-നും 30-നും ഇടയ്ക്ക് ദിവസം എടുക്കും. അതായത് ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ 2 ദിവസം എടുക്കും. ഇന്ന് ഒരു ദിവസം 4 എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന ആളാണ് ഏറ്റവും നല്ല സംവിധായകൻ. പക്ഷെ അത് സാർ അതൊരു എന്താണ് ഭയങ്കര കുഴപ്പമാണ്. ഈ ഒരു രംഗത്തിൽ തന്നെ, അതായത് ഒരുപാട് പേര് വളർത്തിക്കൊണ്ടുവന്ന ഒരു രംഗമാണ്. ആ ഒരു കലയെ തന്നെ നശിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ചിലപ്പോൾ ഓരോ 1-2 സീരിയൽ ചിലപ്പോൾ നല്ല സീരിയൽ വരും. ഞാൻ ജ്വാലയായി എന്ന് പറഞ്ഞൊരു സീരിയൽ മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത് വയലാർ മാധവൻകുട്ടി, അതൊക്കെ നല്ല സീരിയലായിരുന്നു. അതുപോലെ തന്നെ ഗന്ധർവയാമം, ചന്ദ്രോദയം, ഇങ്ങനെ കുറേ സീരിയലൊക്കെ ഉണ്ടായിരുന്നു അന്ന്. 13 എപ്പിസോഡുകളുള്ള സീരിയൽ. അതൊക്കെ നല്ല കഥയും നല്ല സംവിധാനവും നല്ല അഭിനേതാക്കളും ഒക്കെ ആയിരുന്നു. സന്ധ്യയായിരുന്നല്ലേ, മുകേഷിന്റെ സഹോദരിയായിരുന്നു ഗന്ധർവയാമത്തിൽ. അല്ല, ഗന്ധർവയാമം അന്ന് ഏഷ്യാനെറ്റിലായിരുന്നു. അതൊരു ഹൊറർ സീരിയലായിരുന്നു. അതെ, പവിഴമല്ലികൾ പൂക്കുന്ന യാമം, പൗർണമി തേരി ഇറങ്ങുന്ന യാമം. എനിക്കൊന്നും സൂര്യയിൽ നിന്നാണ് എൻ്റെ ഓർമ്മ. അല്ല, ഏഷ്യാനെറ്റ്. സൂര്യ വന്നിട്ടില്ല. അന്ന് ഏഷ്യാനെറ്റ്, ആദ്യം ഏഷ്യാനെറ്റ് ആണല്ലോ, ഒരു പ്രൈവറ്റ് ചാനൽ. ഏഷ്യാനെറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. കൊമേഴ്സ്യൽ സിനിമകളുടെ ഭാഗമാകുന്നില്ല എന്നുള്ളൊരു ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. IVC സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സിനിമയിൽ അനുഭൂതി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചു, സുരേഷ് ഗോപി. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞത് ഇത് തന്നെയാണ്. ഞാൻ വിചാരിച്ചത് നിങ്ങൾ അടൂർ സാറിനെ പോലെയുള്ള ആൾക്കാരുടെ സിനിമയിൽ അഭിനയിക്കുകയുള്ളൂ, നമ്മുടെ സിനിമയിലൊന്നും അഭിനയിക്കില്ല എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ വന്നപ്പോഴാണ് ഇത്രയും നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് മനസ്സിലായത്. അല്ല, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം എത്ര നന്നായിട്ട് സാറ് എന്താണ് വിജയനിലൊക്കെ നമ്മൾ ഒന്ന് അങ്ങനെ പറയാൻ പോലും നമ്മളൊന്നും അർഹരല്ല, അത്രയും ചെയ്തു. പക്ഷെ ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ഒരു വേറൊരു കാര്യമുണ്ട്. അന്നത്തെ എൻ്റെ ഒരു അപ്പിയറൻസ് വൈസ് കമേഴ്ഷ്യൽ സിനിമയ്ക്ക് പറ്റിയത് ആവണമെന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതാണ് ഈ പിന്നെയും വേണ്ടല്ലോ. ഈ നമ്മൾ ആദ്യം ഒരു ആർട്ട് ഫിലിമിൽ, അതല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെയുള്ള ഒരാളുടെ ഫിലിമിൽ അഭിനയിച്ചാൽ നമ്മൾ മുദ്രകുത്തപ്പെടുക. അങ്ങനെ ഒരു ചാപ്പകുത്തി ഇവിടുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അതെന്നെ പുള്ളിയെ പറഞ്ഞത് തന്നെയാണ്. IVC സാറും പറഞ്ഞത്. IVC അടൂർ സാറിനെ ഞാൻ അത്ര ബഹുമാനിക്കുന്നു, അത്രയും ബഹുമാനം IVC ഉണ്ട്. കാരണം അത്ര നല്ല ടെക്നീഷ്യനാണ് പുള്ളി. 100 സിനിമകൾ സംവിധാനം ചെയ്ത് ഒരു വർഷം 13 സിനിമ ചെയ്തിട്ടുണ്ട് പുള്ളി. അതിന് പകൽ മുഴുവൻ ഹൈദരാബാദും രാത്രി ചെന്നൈയിലുമാണ് പുള്ളി. അങ്ങനെ ടെക്നോളജി ഇത്രയും വികസിക്കാത്ത സമയത്താണ്. അതുകൊണ്ട് ഭയങ്കര 10% ഈ പുള്ളി സിനിമക്കാരനാണ്. എല്ലാം അറിയുകയും ചെയ്യാം. ക്യാമറ എത്ര വലിയ ക്രെയിനിൻ്റെ പുറത്താണെങ്കിലും പുള്ളി കയറി ആദ്യം ഷോട്ട് കണ്ടിട്ടേ ക്യാമറമാൻ കൊടുക്കും. ക്യാമറമാൻ ഇത് ഓപ്പറേറ്റ് ചെയ്ത് ഷോട്ട് എടുക്കുന്ന ചുമതല മാത്രമേ. അത്ര ഇൻവോൾവ് ആണ് പുള്ളി. പക്ഷേ നമ്മുടെ അന്നത്തെ ഒരു സിനിമാ രംഗവും ഇന്നത്തെ ഒരു സിനിമാ രംഗവും തമ്മിൽ അജഗജാന്തരം. അല്ല, അത് പിന്നെ ഈ ടെക്നോളജിയിലുണ്ടായ ഒരു മാറ്റമുണ്ട്, ക്യാമറയിൽ വന്നൊരു മാറ്റമുണ്ട്, പിന്നെ എഡിറ്റിങ്ങിൽ വന്ന ഒരു മാറ്റമുണ്ട്. എഡിറ്റിങ്ങൊക്കെ ഇപ്പോൾ സ്പോട്ട് എഡിറ്റിംഗ് ആണ്. അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് നമുക്ക് കാണാം, ഒരു സീൻ മൊത്തം എഡിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ അപ്പം തന്നെ നമുക്ക് തീരുമാനിക്കാം. പണ്ടങ്ങനല്ല, ഇത് കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോയി ഇതെല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞ് പിന്നെ എഡിറ്റ് ചെയ്ത് ഒട്ടിച്ച് എല്ലാം കണ്ടതിന് ശേഷമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അത് ഈ സിനിമാ പ്രവർത്തകരിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അത് ഈ സിനിമ ഈ ഒരു വലിയ ഒരു ഇൻഡസ്ട്രി, അതായത് ഒരുപാട് മഹാന്മാർ, സേതുമാധവൻ, കൃഷ്ണൻ നായർ, അതുപോലെയുള്ള ഒരുപാട് മഹാന്മാർ, VCC ജോഷി, അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ ചോരയും നീരും വിയർപ്പും ഒക്കെയാണ് ഇന്ന് കാണുന്ന മലയാള സിനിമ. ആ മലയാള സിനിമയെ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്ന കുറച്ച് പേര് ചേർന്ന് ഒരു എങ്ങനെയാണ് ഒരു വഷളാക്കി കൊണ്ടുപോകുമ്പോൾ അത് നമുക്ക് എങ്ങനെ വഷളാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇത് ഈ മയക്കുമരുന്നിൻ്റെ ഒരു
സ്വാധീനമാണ്. മയക്കുമരുന്ന് എന്ന് പറയുന്നത് എന്താ, മദ്യവും മയക്കുമരുന്നും കഴിച്ചിട്ട് ഒരു ജോലിയും ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് നിങ്ങൾ വ്യവഹാരത്തിൻ്റെ കൂടെ മദ്യപിക്കുക, അത് വേറെ കാര്യം. പക്ഷെ മദ്യപിച്ചിട്ട് ഏത് ജോലിക്ക് വന്നാലും ആ ജോലി നേരെ ചെയ്യാൻ പറ്റില്ല. അല്ല, അന്ന് മദ്യപിക്കുന്നവർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഷോർട്ടിലായാലും അല്ലെങ്കിൽ സീൻ നടക്കുമ്പോൾ ആരും മദ്യപിച്ചുകൊണ്ടൊന്നും വരാറില്ല. എല്ലാം അത് കഴിഞ്ഞിട്ടാണ്. അല്ല, അത് ഒരു പരിധിവരെ ഇവിടുത്തെ സിനിമ സംഘടനകൾ, കാരണം എനിക്ക് തോന്നുന്നു സംഘടനകൾ നിലവിൽ വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അമ്മ സംഘടന മാത്രം ഒരു രൂപം കൊണ്ട സമയത്ത് ഇത്രയും വിഷയം ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്ക് ടെക്നീഷ്യന്മാർക്ക് സംഘടന, സംവിധായകർക്ക് സംഘടന, പ്രത്യേകം ഒരുപാട് സംഘടനകളായി, പിന്നെ സൗകര്യങ്ങളായി, ഇതിനൊക്കെ കാരവൻ പോലത്തെ സൗകര്യങ്ങളായി. അപ്പോൾ അത് ആ കാരവൻ തന്നെ ഒരു ചിലപ്പോൾ നമുക്ക് അത്യാവശ്യം ചില സ്ഥലത്ത് പോകുമ്പോൾ അത്യാവശ്യമാണ്. നമ്മളൊന്ന് ടോയ്ലറ്റ് സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലത്തുമ്പോൾ അത്രയും ആൾക്കാർ, ഭയങ്കര ആൾക്കാരായിരിക്കും, അതിനൊക്കെ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കാരവൻ എന്ന് പറയുന്നത് ആവശ്യം തന്നെയാണ്. പക്ഷേ അത് പലരും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുക, അത് തെറ്റാണ്. കാരവന് ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് കാരവനിൽ കയറിയിട്ട് ബാക്കി അടുത്ത സീൻ ലൈറ്റപ്പ് ചെയ്തിട്ട് പോയി വിളിച്ചപ്പോൾ ഇയാൾ ഇറങ്ങി വന്നിട്ട് ഇത് ഏത് സിനിമയാണെന്ന് ചോദിക്കുന്നു. ആ രീതിയിലേക്ക് അപ്പോൾ ആലോചിച്ചു, അതിനകത്ത് എന്തായിരുന്നു? അതിനകത്ത് രാമായണം വായിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അതെ. പക്ഷെ അത് ഈ മുതിർന്ന പ്രവർത്തകർ, അതായത് ഇപ്പോൾ തന്നെ മോഹൻലാൽ, മമ്മൂട്ടിയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ കൊണ്ട് എന്തായാലും നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു. ഇല്ല, അത് പറ്റുമൊന്നുമില്ല. അങ്ങനെ ഒരു ഇത് അവർക്ക് നിയന്ത്രിക്കാൻ അതും കഴിഞ്ഞു വിചാരിക്കുന്നതാണ്. നമ്മൾ അവർ പറയുന്നതൊക്കെ ബാക്കിയുള്ളവർ കേൾക്കും വിചാരിക്കുന്നത്. അങ്ങനെ ഇല്ല. ഇവരൊരു ഇത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ അവർ ഏതറ്റം വരെയും പോകും. ഇന്നിപ്പോ ഒരു നടനെ അയാളുടെ ആവശ്യപ്രകാരം ലഹരി വിമോചന കേന്ദ്രത്തിലേക്ക് ആക്കേണ്ട ഒരു ചുമ്മാ പറയുന്നത്, അതൊക്കെ ആവശ്യപ്രകാരം എന്നൊക്കെ പറയുന്ന. അതെ, അത്രേ ഉള്ളൂ. അതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ. ഒരു ചെയർമാൻ വന്നപ്പോൾ ആ ചെയർമാനോട് ചോദിച്ചു, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി പറയുന്നത് ചെയ്യും എന്ന് പറഞ്ഞ് ചെയർമാനാണുള്ളത്. പാട്ടിന് ആത്മാവെന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഇല്ലല്ലോ. ഇല്ല, വെറും അക്ഷരങ്ങൾ മാത്രമായിട്ട് മാറി. വെറും അക്ഷരങ്ങൾ, വെറും അക്ഷരങ്ങൾ, വാക്കുകൾ പോലും അല്ല. പിന്നെ ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള വരികളായിരിക്കണം, അതിനനുസരിച്ചുള്ള മ്യൂസിക് ആയിരിക്കണം. ഇത് ആദ്യം മ്യൂസിക് അങ്ങ് ഭയങ്കര അടിപൊളി, അതിനനുസരിച്ച് എഴുതണം. അപ്പോൾ ചക്ക മാങ്ങാന്നൊക്കെ എഴുതി വെച്ചാൽ പറ്റുള്ളൂ. പ്രേക്ഷകൻ വിചാരിച്ചാൽ കുറച്ചൊക്കെ മാറും. അങ്ങനെയുള്ള സിനിമ കാണാൻ പോരുത്. നാടകബാഹ്യമായ കാര്യങ്ങൾ നാടകത്തിൽ കുത്തിത്തിരികി പ്രേക്ഷകനെ നാടകത്തിൽ നിന്ന് മാറ്റി അകറ്റി. അതാണ് ഇപ്പോൾ നാടകത്തിന് വരാനുള്ള ഒരു കാരണം.